ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓണം വ്ലോഗാണ്. ഉത്രാട ദിവസത്തെയും തിരുവോണ ദിവസത്തെയും വിശേഷങ്ങൾ രണ്ടും കൂടി കൂട്ടിയിട്ട് ഞാൻ ഒറ്റ വ്ലോഗ് ആക്കാനാണ് പ്ലാൻ ചെയ്തത്. രണ്ട് വ്ലോഗ് ആക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സിനെക്കാളും കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും, പക്ഷേ എങ്കിലും ഒരു ലോങ് വീഡിയോ ഒക്കെ മാത്രമേ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു 2 ദിവസത്തെയും കൂടി ഒറ്റ വ്ലോഗ് ആക്കാന്ന്. അപ്പൊ ഇന്ന് ഉത്രാട ദിവസമാണ്. ഞാൻ രാവിലെ എണീറ്റു, എന്റെ കുളിയൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. അപ്പയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഓഫാണ്. ഏച്ചിയും മക്കളും നികേഷ് ആയിട്ടൊക്കെ കൊയിലാണ്ടിയ ഉള്ളത്. അവരിന്ന് ഇങ്ങോട്ട് വരും. എല്ലാവരും കൂടി ഇന്ന് ഇവിടെ നിന്നാണ് ഉത്രാടം ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് ഈവനിങ് ഞാൻ കണ്ണൂരേക്ക് പോകും, ഞാനും ദീപാട്ടനും കൂടിയിട്ട്. തിരുവോണ ദിവസം നമ്മൾ അവിടെ നിന്നാണ് ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ശനിയും ഞായറും ഒരു കല്യാണം വരുന്നുണ്ട്. എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്ത കൃഷ്ണപ്രിയ മിസ്സിന്റെ കല്യാണമാണ്. അപ്പൊ അതിനൊക്കെ പോകണം. അതൊക്കെ കഴിഞ്ഞ് സൺഡേ ആണ് നമ്മൾ റിട്ടേൺ വരിക. അപ്പോൾ ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, നമുക്ക് ചെറുപ്പകാലമായിരിക്കും ഓണത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കൂടുതൽ ഓർമ്മ വരിക. ചെറുപ്പത്തിലാണല്ലോ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പൂക്കളിടുക, പിന്നെ എന്താ പറയുക, പുതിയ ഡ്രസ്സ് കിട്ടുന്ന സന്തോഷം കാര്യങ്ങൾ. ഇപ്പോഴും പുതിയ ഡ്രസ്സ് കിട്ടുന്നതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ പൂക്കൾ ഇടാനൊക്കെ മടിയാണ്. അതിലൊന്നും പഴയ ആ ഒരു താല്പര്യം ഉള്ള പോലെ തോന്നിയിട്ടില്ല. അത് കല്യാണം കഴിഞ്ഞപ്പോഴല്ല കേട്ടോ, അതിന് മുന്നെയോ കുറച്ച് മുന്നേ ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അമ്മ ചീത്ത പറയും, നിങ്ങൾക്ക് ആർക്ക് പൂക്കൾ ഇടാൻ കഴിയില്ലേ, ഞാൻ തന്നെ ഇടണമെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയുടെ ഒക്കെ ചീത്തയൊക്കെ കിട്ടലുണ്ട്. ഇവിടെ ഇപ്പം മക്കൾക്കാണ് പൂക്കളൊക്കെ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അവരിപ്പോ വെക്കേഷൻ അങ്ങോട്ട് പോയതിന് ശേഷമാണ് ഞാനൊരു ദിവസം ഇട്ടു, അമ്മ ഇട്ടു. ഇന്നിപ്പോ പൂക്കൾ ഇട്ടിട്ടുള്ളത് പപ്പയാണ്. പിന്നെയാണെങ്കിൽ ഈ 10 ദിവസം വേഗം ഒരു ട്രെയിൻ പോകുന്ന പോലെ കഴിഞ്ഞു പോയ പോലെയാ തോന്നിയത്. ഇന്ന് അമ്മയെ രാവിലെ പറയുന്നുണ്ടായിരുന്നു, അത്തായതോ ഓർമ്മയുള്ളൂ, ഇപ്പൊ നാളെ തിരുവോണമായി, ഓണം കഴിഞ്ഞു എന്നൊക്കെ. അപ്പം പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെന്റെ പുതിയ ഡ്രസ്സാണ്, ഒരു നൈറ്റിയാണ്, നമ്മുടെ എന്താ ഷോർട്ട് നൈറ്റി ഇല്ലേ, അതാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് സദ്യയാണ് നമ്മൾ ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായത്. ഇന്ന് എല്ലാവർക്കും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സദ്യേൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു നോൺ വെജ് ഉണ്ടെങ്കിലല്ലേ ഒരു ഉഷാറാവുള്ളൂ. അപ്പോൾ ഇവിടെ ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈയും സദ്യ ആക്കാനുള്ള പ്ലാനാണ്. സദ്യയൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കും. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് അത് പോയിട്ട് എടുക്കണം. അപ്പോൾ ബാക്കി ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നില്ല, ബാക്കിയൊക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം. ഇതാണ് പപ്പ ഇട്ട പൂക്കളം. നല്ല ഭംഗിയിൽ പപ്പ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പൂവ്. അതും പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കുറച്ച് പൂക്കളൊക്കെയാണ് ബാക്കി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന പൂക്കളില്ലേ, ഇത് ഞാൻ 2 ദിവസം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ കുറച്ചൊക്കെ ഗൂഗിളിലൊക്കെ നോക്കി, വലിയ കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കും ഗൂഗിളിലൊക്കെ നോക്കിയിടാൻ മാത്രം എന്താ ഉള്ളത്. പക്ഷെ എനിക്ക് ഒരു ഡിസൈൻ തലയിൽ വരുന്നുണ്ടായില്ല. 5 കളേഴ്സാണ് ഉണ്ടായത്. അപ്പോൾ എന്തിടുന്ന ഇങ്ങനെ ആലോചിച്ചപ്പം ആ സെൻറ്ററിലെ ഭാഗം മാത്രം ഞാൻ അങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അന്ന് ജസ്റ്റ് ഒരു ഷോർട്സിന് വേണ്ടി വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ ഷോർട്സ് ഇടാൻ മാത്രം ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു മതി, പോസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പം ഞാൻ അത് ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പം ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം അതിലേക്ക് വേണ്ടുന്ന മസാലയൊക്കെ റെഡിയാക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളപ്പം റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഫുഡ് വാങ്ങണം. ഫുഡ് റെഡിയായി കണ്ട് അവർ വിളിച്ചിട്ടുണ്ട് അതിനെ. പിന്നെ നമുക്കൊന്ന് സൂര്യ സിൽക്സിൽ കയറണം, ഒരു സാധനം വാങ്ങാനുണ്ട്, മറന്നുപോയി അത്. അപ്പം ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പം അതും കൂടി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവിടുന്ന് ഓരോന്ന് കുറച്ച് കാണിക്കുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വ്ളോഗായിട്ട് എടുക്കുന്നില്ല, പക്ഷെ അപ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ മാത്രം എടുത്ത് ഞാൻ ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ ആവുമല്ലോ. ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഇന്നത്തെ കാര്യങ്ങൾ മാത്രം കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനും അത് ദീപാട്ടനും ഉണ്ട്. നമ്മൾ റെഡി ആയിട്ട് ഇപ്പം ഇറങ്ങിയതാണ്. സമയം ഒരു 11:45 ആയിട്ടുണ്ട്. 12:15 ആകുമ്പോഴേക്ക് ഏച്ചിയൊക്കെ എത്താൻ മതി. അവർ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് നമുക്ക് സൂര്യയിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് വാങ്ങുന്നിടത്തേക്ക് പോവാം. സൂര്യന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇതൊരു ക്യാൻറ്റീനാണ്. പപ്പ ഇങ്ങനെ അയച്ചു തന്നതായിരുന്നു ഫോണിലേക്ക്. ഇവരുടെ 13 ഐറ്റംസ് വരുന്ന ഒരു പാക്കേജ്
പിന്നെ 16, പിന്നെ 20. അപ്പോൾ നമ്മൾ 13 ഐറ്റംസ് വരുന്നതിനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. വാഴയിലയും പായസത്തിൻ്റെ ഗ്ലാസ്സും അടക്കമാണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായത്. അത് കൂടാണ്ടാണ് 13 ഐറ്റംസ് വരുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് എത്തി. അമ്മയും പിന്നെ ചേച്ചിയും നമ്മളെല്ലാവരും കൂടി ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇതാണ് നമ്മുടെ പൊരിച്ച ചിക്കൻ ഫ്രൈ, നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ പിന്നെ ചമ്മന്തി നമ്മൾ ഉണ്ടാക്കിയതാണ്. ബാക്കി ഐറ്റംസ് ഒക്കെ അവരുടെ അടുത്ത് കൊണ്ടുവന്നതാണ്. ഓലൻ ഉണ്ടായിരുന്നു, പച്ചടി, പിന്നെ അവിയൽ, സാമ്പാർ, പുളിയിഞ്ചി, നാരങ്ങക്കറി, ചിപ്സ്, ശർക്കര ഉപ്പേരി, സാമ്പാർ, രസം, ചോറ്, പായസം അടപ്പായസമായിരുന്നു, പപ്പടവും കൂടി ഉണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസ് ആണ് അവരെ പാക്കേജിൽ വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇലയിൽ ഓരോ ഐറ്റംസ് ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിനെയും പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റി പറയാം. അത്യാവശ്യം ഒരാൾക്ക് കഴിക്കുന്നതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. നമ്മൾ 9 ആൾക്കാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായത്. നന്നും ധാർമ്മിയും അടക്കം 9 ആളാണ്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫുഡ് ഒരു 11-12 ആൾക്കാർക്ക് കഴിക്കേണ്ട അത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറൊക്കെ നല്ല കട്ടി സാമ്പാർ തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഫോട്ടോ സെക്ഷനിലേക്ക് ഇറങ്ങി. ഫോട്ടോസൊക്കെ ഞാൻ ഈ ഗ്യാപ്പിൽ ആഡ് ചെയ്യാം. ഫോട്ടോസ് എടുക്കാനൊന്നും നമുക്ക് വേറെ ആരും ഹെൽപ്പ് ആവശ്യമില്ല. നമ്മളൊക്കെ ട്രൈപോഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ട്രൈപോഡൊക്കെ വെച്ചിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായത്. പിന്നെ കുറച്ച് സമയം ഞാൻ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി. മക്കൾക്ക് വേണ്ടിയിട്ട് പപ്പ കെട്ടിക്കൊടുത്തതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഞാനും ഇരുന്ന് ആടും. നല്ല ഉറപ്പാണ്, പൊട്ടിപ്പോകുമെന്നില്ല തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി മൂത്തമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നികേഷ് ചേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. നടന്നു പോകേണ്ട ദൂരമാണ്, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. പപ്പ വന്നില്ല, ബാക്കി എല്ലാവരും കൂടിയാണ് പോയത്. അങ്ങനെ മൂത്തമ്മേൻ്റെ അടുക്ക പോയി അവിടെ ഇരുന്ന് കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം ഉത്രാട ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂരേക്ക് പോണ്ടിട്ട് ഇറങ്ങി. സമയം 7 മണി ആയിട്ടുണ്ട്. കുലുങ്ങി അങ്ങ് എത്തുമ്പോഴേക്കും 9 മണിയാവും. അപ്പൊ ഇനിയിപ്പോ അങ്ങ് എത്തിക്കഴിഞ്ഞ് ഡിന്നറും കഴിച്ചിട്ട് ഉറങ്ങലേ ഉണ്ടാവുള്ളൂ. നല്ല ക്ഷീണമുണ്ട്. ഉച്ചക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല, ഫുള്ള് ഓടി നടത്തായിരുന്നല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഉത്രാട ദിവസത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനി നാളെ തിരുവോണ ദിവസം കാണാം. അതുവരെ ടാറ്റാ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഉത്രാടാണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അച്ഛനും അമ്മയൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, അമ്മ കുളിയൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ഞാൻ എണീക്കുന്നതിന് മുന്നേ അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. സദ്യയൊക്കെ റെഡിയാക്കേണ്ടിയിട്ട് അച്ഛൻ കുളിച്ച് അമ്പലത്തിൽ പോകാനൊക്കെ നോക്കുന്നുണ്ട്. ദീപാട്ടിനും ഫ്രഷ് ആവാൻ കയറിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും തിരുവോണാശംസകൾ. ഞാൻ പൂക്കൾ ഇടണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അച്ഛൻ ഇതാ കുറച്ച് നടുക്കിങ്ങനെ ഇട്ടിട്ട് അച്ഛൻ അമ്പലത്തിലേക്ക് പോയി. അപ്പം 3 കളറാണുള്ളത്. ഒരു വൈറ്റ്, പിന്നെ ഒരു ഓറഞ്ചും ചെമ്മഞ്ഞിയും ഒരു വയലറ്റും. കുറച്ച് പൂവേ വാങ്ങിയുള്ളൂ. വെറുതെ വലിയ പൂക്കളൊന്നും ഇടാൻ എല്ലാവർക്കും മടിയൊക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് എനിക്ക്. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെയാണ് വാങ്ങിയത്. അപ്പം നമുക്ക് ഇവിടെ ഞാൻ ഒരു സാധനം കാണിച്ചത്. ഇത് കണ്ടോ, ഇതാണ് ശീബോധി. നിങ്ങൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടാവും. കാര്യമാക്കണ്ട, അത് പോകാൻ കാത്തു നിന്നപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ ഇതാണ് ശീബോധി. നമ്മൾ എൻ്റെ ചെറുപ്പം തൊട്ടേ ഇവിടെ പൂക്കളിടുമ്പോൾ മിഡിലിൽ ഈ ശീബോധിയാണ് വെക്കുക. പച്ച കളറുള്ള ഇലയാണ് ഇത്. വളപ്പിലൊക്കെ നമുക്ക് പറിക്കാൻ കിട്ടും. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പൂവിടുക. ഇന്നും എന്താ ശീബോധി ഉണ്ട് മിഡിലിൽ. അത് കഴിഞ്ഞിട്ടാണ് വയലറ്റ് പൂ വെച്ചിട്ടുള്ളത്. ഞാൻ ChatGPT-നോടൊരു പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താവും എന്നറിയില്ല. ChatGPT-യുടെ കാര്യം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പൂക്കളിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പൂക്കളം കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു. ഇതാണ് പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. നടുക്കത്തെ ആ ഒരു കുറച്ച് അച്ഛൻ ഇട്ടതാണ്, ബാക്കി ഫുള്ള് ഞാൻ ഇട്ടതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കുറേ ഗൂഗിളിലൊക്കെ നോക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല. നമ്മുടേക്കുള്ള പൂക്കളം വെച്ചിട്ടുള്ള ഡിസൈൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങനെ ഞാൻ ഇട്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.
ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുണ്ട്, പിന്നെ പുട്ടുണ്ട്, പുഴുങ്ങിയ പഴം, പപ്പടം, സാമ്പാർ, പിന്നെ ചിക്കൻ. കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് ടി വി ഒക്കെ കണ്ട് ഫോണിലൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. അമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. സാമ്പാർ, പച്ചടി, പുളിയിഞ്ചി, ഉപ്പേരി, ഓലൻ, പിന്നെ കൂട്ടുകറി, അവിയൽ ഒക്കെ ഉണ്ടായിരുന്നു ഫുഡിന്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെഡിയായി ഇറങ്ങി കണ്ണാടിപ്പറമ്പിലേക്ക് പോവാണ്, അതായത് അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് തിരുവോണ സ്പെഷ്യൽ ഫോട്ടോസൊക്കെ എടുത്തു 4 ആളും കൂടിയിട്ട്. അപ്പം അവിടെ അമ്മമ്മയും മാമനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി അവരെയൊക്കെ ഒന്ന് കാണണം. അപ്പം ഞാൻ ഇറങ്ങി, അമ്മ വരുന്നുണ്ട്, അച്ഛൻ വരുന്നില്ല, അച്ഛൻ എന്തൊക്കെയോ തിരക്കില്ല. ദീപുവാട്ടിന് ഇറങ്ങി. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അമ്മേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം മോളെ. അപ്പം ഇത് എൻ്റെ നവി ഇല്ലാത്തതുകൊണ്ട് അമ്മക്ക് ഭയങ്കര സങ്കടമാണ്. നവീനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും എൻ്റെ പുതിയ ഡ്രസ്സാണ്, ഒരു ബ്ലാക്ക് കളറ്, സാധാ ഒരു കുറച്ചൊരു നോർമൽ ടോപ്പ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഇങ്ങനെ സീക്വൻസും കൈക്കും വരുന്നുണ്ട്. അപ്പം നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ബാക്കിൽ അമ്മയുണ്ട്, ബട്ടനുണ്ട്. 3:15 നല്ല ബ്ലോക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓൾറെഡി ബ്ലോക്ക് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഓണം കൂടി ആയ സ്ഥിതിക്ക് എന്തായാലും നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ എത്ര മണിക്ക് അങ്ങ് എത്തുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പം നമുക്ക് ഇനി അങ്ങ് എത്തിയിട്ട് കാണാം. നമ്മൾ മേലേച്ചോവ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ടൈം ഇറങ്ങിയോണ്ടാത്തൊന്നും തീരെ ബ്ലോക്കില്ല. റോഡൊക്കെ എന്ത് സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാന്ന് പറയും, അത്രയും കാലി. ഞാൻ ഈ ഭാഗത്ത് ഇങ്ങോട്ടൊന്നും ഇതുവരെ ഇങ്ങനെ റോഡ് കാലിയായിട്ടുള്ള സമയം വന്നിട്ടേ ഇല്ല. നമ്മൾ ഗേറ്റ് വഴിയാണ് വന്നേ. അപ്പോൾ ഗേറ്റ് അടച്ചിരുന്നല്ലാണ്ട് വേറെ നമ്മളങ്ങനെ ബ്ലോക്കിലേക്ക് കുടുങ്ങിയിട്ടില്ല. അങ്ങോട്ട് ഇനിയിപ്പം മേലെ ചോക്കുന്നത് ഭാരം വഴിയാണ് പോവുക. അപ്പം റോഡ് പണീൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉണ്ടാവും തോന്നി. ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കണം. എല്ലാവരും നല്ല സദ്യയൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊന്ന് ബേക്കറിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമുക്ക് വേണ്ടുന്ന സാധനമൊക്കെ വാങ്ങി ആ കാണുന്നതാണ് നമ്മുടെ വീട്. നേരെ വീട്ടിലേക്ക് വണ്ടി കയറ്റാം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കൊക്കെ ഇറങ്ങി. മാമനും അമ്മമ്മേൻ്റെ കൂടെയൊക്കെ കുറേ സമയം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അമ്മമ്മ പായസവും ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ ഉണ്ടായ പൂക്കളാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇത് പുല്ലൂപ്പിയാണ് സ്ഥലം വരുന്നത്. അവിടെ ഇങ്ങനെ നവീകരണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ അടിപൊളി സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഒരു പാർക്കും പിന്നെ കയാക്കിംഗ് ഒക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കയാക്കിംഗ് ഉണ്ട്. പിന്നെ ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബോട്ടുണ്ട്, അത് ഞാൻ ആദ്യമായിട്ട് കാണുക. പിന്നെ പെഡലിൽ ചവിട്ടാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടും ഉണ്ട്. അപ്പോൾ അമ്മയാണ് നമുക്കിവിടെ വരാം, അമ്മേൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞ് വന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഈ പെഡൽ ബോട്ടിൽ കയറാമെന്ന്. അപ്പം തൊട്ടിട്ട് അമ്മയ്ക്ക് പേടിയാവാൻ തുടങ്ങി. അമ്മയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ പേടിയാണ്, നീന്താൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ഞാൻ പേടി അങ്ങനെയല്ലേ മാറുക എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ടിലാണ് അമ്മ ഇരുന്നിട്ടുണ്ടായത്. അമ്മ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പം വീഴുന്നുള്ള അവസ്ഥയിൽ എന്നെ അനങ്ങാൻ പോലും വിടുന്നുണ്ടായിട്ടില്ല. നമ്മളങ്ങനെ കയാക്കിംഗ് അല്ല, ഇതെന്താ ബോട്ടിങ്ങാ, പെഡൽ ബോട്ടിങ്ങിൽ കയറിയിട്ടുണ്ട്. നല്ല ഒഴുക്കുണ്ട് തോന്നുന്നു. എത്ര ചവിട്ടിയിട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല. വേറൊരാളെ ഞാൻ കാണിച്ചത്. അമ്മ പേടിച്ച് പറഞ്ഞിട്ടായിരിക്കുന്നത് ഇപ്പം മുങ്ങും എന്നുള്ള പോലെ അമ്മ ഇരിക്കുന്നത്. പക്ഷെ രസമുണ്ട്. പക്ഷെ ഈ ലൈഫ് ജാക്കറ്റ് ഇങ്ങനെ കുറച്ച് കയറി കിടക്കുന്നതുകൊണ്ട് കഴുത്തിന് കുടുങ്ങുന്ന പോലെ ഉണ്ട്. നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. നമ്മൾ വരുന്ന സമയം ഇത്ര വെയിലില്ലായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ബോട്ടിങ്ങിൽ കയറിയതിന് ശേഷം നല്ല വെയിലുണ്ടായിരുന്നു. ഭയങ്കര ചൂടാണ്, മേലൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് വേർത്തിട്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കായിരുന്നു ഒരു ചായ കുടിച്ചിട്ട് മെല്ലെ വീട്ടിലേക്ക് പോകാം. ഇവിടെ ഇപ്പം നല്ല തിരക്കായി. നമ്മൾ വരുന്ന സമയം ഇത്ര തിരക്കുണ്ടായിട്ടില്ല. നമുക്ക് പോകാം. ചായ കുടിക്കേണ്ടിയിട്ട് സെക്യൂറേൻ്റെ സൈഡിലുള്ള താഴേച്ചവക്കുള്ള 7 ഡേയ്സിലാണ് നിർത്തിയത്. അപ്പം ഞാനൊരു ഹോർലിക്സ് ആണ് വാങ്ങിയത്. ഏട്ടനും അമ്മയും ഓരോ ഗ്ലാസ് ചായയും പിന്നെ ഓരോ സ്നാക്സ് ഒക്കെ വാങ്ങി അവിടുന്ന് കഴിച്ചു. അങ്ങനെ നമ്മൾ ചായയും കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം ഇത്രയാണ് ഇക്കൊല്ലത്തെ ഓണവിശേഷങ്ങൾ, ഉത്രാട ദിവസത്തെയും തിരുവോണ ദിവസത്തെയും വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് വീട്ടിൽ പോവുക, ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക.
അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ